ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റി മീൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ എളുപ്പത്തിൽ ഇഫ്താറിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നിട്ടുള്ളത് ഈ ഒരു പുഡിങ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പുഡിങ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം നമുക്ക് പുഡിങ്ങിലോട്ട് ആവശ്യമായിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് 1/2 ലിറ്റർ പാലിലോട്ട് എടുത്തിട്ടുള്ളത്. ഭയങ്കര ക്രീമി ആയിട്ടാണ് ഈ ഒരു പുഡിങ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പകുതി ചൈന ഗ്രാസ് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചൈന ഗ്രാസിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് പാലിൻ്റെ ഒരു മിക്സ്ചർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ലിറ്റർ പാല് ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 2 തവി പാലെടുത്തിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ഇനി നമുക്ക് ഈ ഒരു മിക്സ്ചർ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം. 50 ഗ്രാം ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് തീ കത്തിച്ച് അടുപ്പിലോട്ട് വെക്കാം. ശേഷം ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. എല്ലാം ഒന്ന് മെൽറ്റായി ചൂടായി വന്നോട്ടെ. ഇതേ സമയം തന്നെ നമുക്ക് ചൈന ഗ്രാസും അടുപ്പിൽ വെച്ച് കൊടുക്കാം. നമ്മൾ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ചൈന ഗ്രാസ് ആണ്. ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് കുറുകി വരുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ, അതായത് നല്ല ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് പുഡിങ്ങിലോട്ട് ആവശ്യമായിട്ടുള്ളത് 3 സ്ലൈസ് ബ്രെഡാണ്. ചെറിയ ബ്രെഡാണെങ്കിൽ 6 സ്ലൈസ് എടുക്കുക. അതുപോലെ പിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു പാൽ മിക്സ്ചറിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മധുരം ഇഷ്ടമുള്ളവർക്ക്. അപ്പം ഞാൻ കുറച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരക്ക് ഒന്ന് മെൽറ്റായി വന്നോട്ടെ. പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ബ്രെഡ് സ്ലൈസസും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ബ്രെഡ് ഒന്ന് അതിൽ കിടന്നിട്ട് ഒന്ന് സോക്ക് ആയിക്കോട്ടെ. ഒന്ന് തിള വരുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ആ സമയം കൊണ്ട് നമ്മുടെ ചൈന ഗ്രാസ് ഒക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൈന ഗ്രാസ് നമ്മുടെ ആ ഒരു പാലിൻ്റെ മിക്സ്ചറിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. രണ്ടും ഒരേ ചൂടിലായിരിക്കണം. ഇത് ഒരേ ചൂടിലല്ലെങ്കിൽ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഒരേ സമയം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ അതിന് മാറ്റി വെക്കാം. ഒരു 5-6 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. കാരണം നമ്മൾ ചൈന ഗ്രാസൊക്കെ ചേർത്തുകൊണ്ട് ഇത് പെട്ടെന്ന് സെറ്റായി പോവും. അപ്പോൾ ആ ഒരു സെറ്റ് ആവുന്നതിന് കുറച്ച് മുമ്പേ തന്നെ നമ്മൾ ഇത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ പൊള്ളുന്ന ചൂട് മാറിയതിന് ശേഷമാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ പുഡിങ്ങിൻ്റെ ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചൈന ഗ്രാസ് ചേർത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് കാരമലൈസ്ഡ് നട്ട്സ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ഒരു 1/4 കപ്പോളം ഒരു പാനിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തവി കൊണ്ടൊന്നും ഇളക്കാതെ ഇതുപോലെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ശേഷം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തവി വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ചൂടോടെ തന്നെ ഇതൊരു ബട്ടർ പേപ്പറിലോട്ട് മാറ്റി കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ ഇത് നല്ലപോലെ ഉറച്ച് കിട്ടും. അതുവരെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കുകയോ ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഒന്നിൽ ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പൊടിച്ചെടുക്കുക. ഞാനിതിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 2 മുതൽ
4 മണിക്കൂർ വരെ സൂക്ഷിക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് 1 മണിക്കൂറേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ട് അലിഞ്ഞു പോകുന്ന ബട്ടർ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, ആർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കാരമലൈസ്ഡ് നട്ട്സും കൂടെ പൊടിച്ചിട്ടതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് കാണുന്നത് വരെ ഇൻഷാ അല്ലാ, ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.